ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഓണക്കോടി എടുക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഒരുങ്ങി മേളിൽ വന്ന് മാമനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേണ്ട നമ്മൾ കടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ദേവിന് എന്തെടുക്കണമെന്ന് അറിയത്തില്ല കേട്ടോ. എന്താ എടുക്കണ്ടേ എന്നോട് ചോദിക്കുക. ഓൾറെഡി ഒന്ന് സ്കൂളിലെ ഫംഗ്ഷന് വേണ്ടി ഒരു സ്കേർട്ടും ടോപ്പും മേടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താണ് എടുക്കേണ്ടതെന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചുകൊണ്ട് പോയി കേട്ടോ. ഞാൻ വീഡിയോ എടുത്തോളാം എന്നുകൊണ്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് ആദ്യം നമ്മൾ ശ്രീകുട്ടിക്കാണ് എടുക്കുന്നത്. അപ്പോൾ ശ്രീകുട്ടി ഒരു 3-4-5 ടോപ്പ് എടുത്തിട്ട് നോക്കി. അപ്പോൾ ഇട്ട് നോക്കുന്നിടത്ത് നമ്മൾ ട്രയൽ റൂമിൻ്റെ അവിടെ ക്യൂ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഡ്രസ്സ് എടുത്തിട്ട് നോക്കിയിട്ട് പിന്നെ കുറേ സമയം എടുക്കണം അടുത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് ഇട്ട് നോക്കാനായിട്ട്. അങ്ങനെ കുറേ നോക്കി അത് കഴിഞ്ഞ് ശ്രീകുട്ടിക്ക് ഒരു ടോപ്പൊക്കെ കിട്ടി. പിന്നെ വേണ്ട നമ്മുടെ ദേവൂസ് ഇങ്ങനെ ഓരോ ജീൻസിൻ്റെ ടോപ്പ് നോക്കുന്നുണ്ട്. അവൾ പല പല ഡ്രസ്സ് നോക്കിയാൽ അവസാനം വന്ന് ജീൻസും ടോപ്പയിലും കയറും. എന്ന് വെച്ചാൽ അവൾക്ക് അതാണ് ഇഷ്ടം. ശ്രീകുട്ടി വേണ്ടി ഇതേപോലെ ഒരു ചുരിദാറാണ് എടുത്തത്. ഒരു കല്യാണം കൂടെ ഉണ്ട്. അപ്പോൾ അതിനും കൂടെ ഇടാൻ പറ്റിയ ഒരു രീതിയിലൊരു ഡ്രസ്സ് എടുത്തു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മാത്രമേ ഞങ്ങളിന്ന് നോക്കിയുള്ളൂ. എന്ന് വെച്ചാൽ ഞങ്ങൾ വൈകുന്നേരമാണ് പോയത്. അപ്പോൾ ഒരു 8:45 ആയി. പിന്നെ നമുക്ക് അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിച്ചിട്ട് കൂടെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ സുമന് മാത്രം വേണ്ടാന്ന് പറഞ്ഞു. പാഴ്സൽ മതി കിട്ടി വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് സുമൻ അവിടെ വെളിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ദേവു എന്തൊക്കെയോ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പച്ചി മാമനും എൻ്റെ പൊറോട്ടയും ബീഫ് കറിയാണ് കഴിക്കുന്നത്. പിള്ളേർ വേണ്ട അൽഫാം അത് കഴിക്കുന്നുണ്ട്. അപ്പച്ചിക്ക് മാമനും അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അവർക്കിതൊക്കെ മതി. കുഴിമന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് മതി. പൊറോട്ടയോടൊന്നും വലിയ താല്പര്യമില്ല. ഞാൻ അതേപോലെ തന്നെ ഫ്രൈഡ് റൈസ് കഴിച്ചു. അങ്ങനെ അന്നത്തെ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 9 മണിയൊക്കെ ആയി കാണും കേട്ടോ. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ അടുത്ത ദിവസം വരാമെന്ന് കരുതി. ഇനിയിപ്പോൾ നമ്മൾ ഡ്രസ്സ് മാത്രമല്ലല്ലോ, വീട്ടിലേക്കുള്ള അല്ലാത്ത സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ, പലചരക്ക് സാധനങ്ങളൊക്കെ. അപ്പോൾ അടുത്ത ദിവസം വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ തീരുമാനമൊക്കെ എടുത്ത് അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ദിവസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം സപ്ലൈകോയിലാണ് പോയത് കേട്ടോ. അപ്പോൾ ആദ്യമേ സാധനങ്ങളെല്ലാം മേടിച്ചൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് തുണിയൊക്കെ എടുക്കാൻ പോകാമെന്ന് കരുതി ഇരിക്കും. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണേ. ഒരു ജലദോഷമൊക്കെ പിടിച്ച്. അപ്പോൾ അതേണ്ട ദേവുമാണ് വീഡിയോ എടുക്കുന്നത്. എനിക്കതിൽ കുറേ പേസ്റ്റിൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ അവൾക്ക് ഈ പേസ്റ്റ് വേണം. നമ്മൾ സാധാരണ കോൾഗേറ്റാണ് മേടിക്കാറ്. അവൾക്കിത് വേണമെന്ന് കൊണ്ട് അത് എടുത്തുകൊണ്ട് വരുന്നുണ്ട് എൻ്റെ അടുത്തോട്ട്. സാധാരണ ഞങ്ങൾ ഈ ഈ പേസ്റ്റ് അങ്ങനെ മേടിക്കാറില്ല. അത് കാരണം കൊണ്ട് അവൾക്ക് വേണമെന്ന് കൊണ്ട് മാത്രം ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ അപ്പച്ചിയും മാമനും ശ്രീകുട്ടിയും സുമനും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഓരോ വഴിയിൽ ഓരോന്ന് വർക്ക് എടുക്കുന്നുണ്ട്. ആരെന്താ എടുത്തതെന്ന് അറിയത്തില്ല. ഞങ്ങൾ രണ്ടിനും ഒന്നിച്ചിങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി നടക്കും, ഞാനും ദേവും കൂടെ. പിന്നെ എല്ലാവരുടെയും ഓണം ഒരുക്കങ്ങളൊക്കെ എന്തായി, എല്ലാവരുടെയും പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? എല്ലാവരും കമൻറ്റൊക്കെ ഇടണം കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യും. ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ചു, ബില്ലൊക്കെ ഇട്ടു. ഇനി ഞങ്ങൾ ചെറിയൊരു കോഫിയൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കടയിൽ കയറി കേട്ടോ. ഇനിയിപ്പോൾ തുണിക്കടയിൽ കയറി ഉടനെ ഒന്നും ഇറങ്ങാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ എനിക്കും സുമനും മാമനും ഞങ്ങൾക്ക് ആർക്കും ഡ്രസ്സ് എടുത്തില്ല. കഴിഞ്ഞ ദിവസം വന്ന് ശ്രീകുട്ടിക്കും ദേവിനും മാത്രമേ എടുത്തുള്ളൂ. എന്നാൽ നമുക്ക് കോഫിയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ അവിടെ അത് കോഫിയൊക്കെ കമത്തി കളഞ്ഞു കേട്ടോ. ദേവുവിൻ്റെ പരിപാടിയാണ്, കൈ തട്ടിയതാണ്. അപ്പം ഞങ്ങളതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തുണി എടുക്കാനായിട്ട് പോകണം. ഞാൻ അവിടെ കയറി കുറേ നേരം ഇന്ന് ഞങ്ങൾ നേരത്തെ ഇറങ്ങി കേട്ടോ. എന്നാലും ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇറങ്ങിയെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു സമയമാവുമല്ലോ. വൈകുന്നേരം ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഒരു 9 മണിയൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് കാരണം കൊണ്ട് ഇന്ന് ഞങ്ങൾ നേരത്തെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് ബില്ലൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഒരു ലേഡീസ് സ്റ്റോറിലോട്ട് കയറി. അപ്പോൾ അടുത്ത ദിവസം ദേവുവിന് ഓണ സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി മാലയും കമ്മൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. 2 ദിവസം മുന്നേ ഒന്ന് വന്ന് നോക്കിയതാണ്. അപ്പം ദേവുവിന് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അതേ മാലയും വളയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. മൈലാഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് കടയിലോട്ട് വന്നു. ആദ്യമേ സുമന് ഷർട്ട്, ഇത് കുർത്തയാണ് കേട്ടോ. കുർത്തയോ ഷർട്ടോ അങ്ങനെ കുറേ എണ്ണങ്ങൾ നോക്കി.
അപ്പം ആദ്യത്തെ ദിവസം വന്നപ്പോൾ സുഗന്ധം പറഞ്ഞു, നിങ്ങൾ 2-3 മണിക്കൂർ കടയിൽ കയറിയല്ലോ, ഇതുവരെ ഒന്നും സെലക്ട് ആക്കിയില്ലെന്ന്. ആ സമയത്ത് ഇന്ന് സുഗന്ധ ഒരു 5-6 ഷർട്ടെങ്കിലും ഇട്ട് നോക്കി കേട്ടോ. ഒരു 1-1.5 മണിക്കൂറെങ്കിലും സുഗന്ധ എടുത്ത് കാണും ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ കുറേ ഒരു 5-6 ഷർട്ട് ഇട്ട് നോക്കി. ഒന്നെങ്കിൽ ചെറുതായിരിക്കും, ഇല്ലെങ്കിൽ വലുതായിരിക്കും. അങ്ങനെ അപ്പോൾ എൻ്റെ ലിഫ്റ്റിൻ്റെ അവിടെ നിൽക്കുകയാണ് ഞാൻ കേട്ടോ. ദേവു ലിഫ്റ്റിൽ കൂടെ താഴെ പോകണമെന്നുണ്ട്, താഴോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവൾ കയറി വരുന്നത് നോക്കി ഞാൻ നിൽക്കുകയാണേ. കുറേ നേരമായിട്ടും കാണുന്നില്ല. അപ്പം ഞാൻ അതിൽ കൂടെ താഴോട്ട് നോക്കിയപ്പോൾ താഴത്തെ ഫ്ലോറിൽ നിർത്തിയിട്ടുണ്ട്. എനിക്ക് അന്നേരം തോന്നി പുള്ളിക്കാരി അവിടെ ഇറങ്ങിയിട്ട് വരാനായിരിക്കുമെന്ന്. നോക്കിയപ്പോൾ അവളില്ല, വേറെ 2 പിള്ളേർ മാത്രമേ ഉള്ളൂ. ദേണ്ട വരുന്നു, താഴെ ഇറങ്ങിയിട്ട് അവൾ സ്റ്റെപ്പിൽ കയറി വന്നേക്കുക. അപ്പോൾ കുറേ നോക്കിക്കഴിഞ്ഞ് എല്ലാവർക്കും ഡ്രസ്സൊക്കെ കിട്ടി. എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അതേണ്ട നമ്മൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങളെല്ലാം ഇത് ഓരോ ടിന്നിലും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കണം. ഇത് തന്നെ ഒരു വലിയൊരു പരിപാടിയാണ് കേട്ടോ. എല്ലാം കറക്റ്റായിട്ടെല്ലാം ഇട്ട് എല്ലാം ഒതുക്കി പറക്കി വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനിയിപ്പം നമ്മൾ ഈ പർച്ചേസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയുള്ള ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഓണം എല്ലാം നല്ല രീതിയിൽ ആഘോഷിക്കുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.